വിശദമായ വാർത്തകളിലേക്ക്. സരിതയുടെ വിവാദ കത്ത് പുറത്തുവിട്ടതിന് 2 മാധ്യമപ്രവർത്തകർക്കെതിരെ മാനനഷ്ട കേസ് നൽകിയ മുഖ്യമന്ത്രിക്ക് കൈരളിയുടെ മറുപടി. കേസ് കണ്ണിൽ പൊടിയിടാനാണെന്ന് കൈരളി TV. ഇത് തരം താണ തട്ടിപ്പാണ്. കേസ് നൽകിയത് വാർത്തയുമായി ബന്ധമില്ലാത്തവർക്കെതിരെയാണെന്നും കൈരളി TV വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. തനിക്ക് അപകീർത്തി സൃഷ്ടിക്കുന്ന ഏതൊരു വാർത്തയ്ക്കെതിരെയും കേസ് കൊടുക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ മൌലികാവകാശത്തെ കൈരളി TV മാനിക്കുന്നു. എന്നാൽ നിയമത്തിന്റെയോ നടപടിക്രമത്തിന്റെയോ പിൻബലമില്ലാതെയാണ് ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. നിയമം അറിയാത്തയാളല്ല മുഖ്യമന്ത്രി. ഒരു വാർത്ത അപകീർത്തികരമായി കണ്ടാൽ പ്രസ്തുത വാർത്ത തയ്യാറാക്കിയ ആൾക്കെതിരെയോ വാർത്താ വിഭാഗത്തിന്റെ മേധാവിക്കെതിരെയോ പത്രാധിപർക്കെതിരെയോ സ്ഥാപനത്തിന്റെ തലവനെതിരെയോ ആണ് കേസ് കൊടുക്കേണ്ടത്. എന്നാൽ തനിക്ക് അപമാനം സൃഷ്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി കരുതുന്ന വാർത്തയോട് ബന്ധമില്ലാത്ത 2 മാധ്യമപ്രവർത്തകരുടെ പേരുകളാണ് മുഖ്യമന്ത്രി കേസിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. ഈ 2 പേരും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നുമില്ല. ഇക്കാരണം കൊണ്ടുതന്നെ മുഖ്യമന്ത്രിയുടെ നടപടി പുകമറ സൃഷ്ടിക്കലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കേസ് തെളിയിക്കാനുള്ളതോ കുറ്റാരോപിതരെ ശിക്ഷിക്കാനുള്ളതോ അല്ല, സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനുള്ളതുമല്ല. ഇതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പ്രയോജനമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു നടക്കാനുള്ള വക കിട്ടും. മുഖ്യമന്ത്രി എന്ന പദവിയോട് നീതി പുലർത്താൻ അദ്ദേഹം ഇത്തരമൊരു കേസിന്റെ കാര്യത്തിലെങ്കിലും ഗൌരവപൂർണമായ സമീപനം സ്വീകരിക്കണമായിരുന്നു. തന്റെ നിരപരാധിത്വം തെളിഞ്ഞു കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അടിസ്ഥാന നിയമപ്രക്രിയയെങ്കിലും അവലംബിക്കണമായിരുന്നു. ഈ കേസ് തെരഞ്ഞെടുപ്പ് കാലം മുൻനിർത്തിയുള്ള ഒരു ആചാര പ്രക്രിയയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രി നൽകിയ മാനനഷ്ട കേസ് തെളിയിക്കാനല്ല, മറിച്ച് വിഷയത്തിൽ നിന്നും തടിതപ്പാനുള്ള വിഫലശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കത്ത് താൻ എഴുതിയതാണെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും സരിത വ്യക്തമാക്കിയിട്ടും അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് കുറ്റക്കാരനാണെന്ന് ബോധ്യമുള്ളതിനാലാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഉമ്മൻചാണ്ടി അവർക്കെതിരെ മാനനഷ്ട കേസ് നൽകിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉന്നയിക്കപ്പെട്ട ആരോപണം വസ്തുതാവിരുദ്ധമാണെങ്കിൽ സരിതാ നായർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തെന്നും കോടിയേരി ചോദിച്ചു. കോൺഗ്രസ് 5 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് ഷാനിമോൾ ഉസ്മാൻ, ദേവികുളത്ത് MK മണി, കാഞ്ഞങ്ങാട് ധന്യ സുരേഷ്, കല്യാശ്ശേരിയിൽ അമൃത രാധാകൃഷ്ണൻ, പയ്യന്നൂർ സാജിദ് മൗവൽ എന്നിവർ മത്സരിക്കും. തർക്കത്തിൽ കിടന്ന സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായി. കയ്പമംഗലം RSPക്ക് തന്നെ നൽകാനും ധാരണയായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമുണ്ടായ മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രചാരണത്തിന് പോകുന്നതിൽ അനിശ്ചിതത്വം. കളങ്കിതരുടെ മണ്ഡലത്തിൽ VM സുധീരൻ പോകേണ്ട എന്നാണ് ഒപ്പമുള്ളവരുടെ നിലപാട്. അതേസമയം സുധീരന്റെ സാന്നിധ്യം അനിവാര്യമല്ലെന്ന് ഗ്രൂപ്പ് നേതാക്കളും നിലപാടെടുക്കുന്നു. അഴിമതി ആരോപണം ഉയർന്നവരും വർഷങ്ങളായി മത്സരിക്കുന്നവരും മാറി നിൽക്കണമെന്നായിരുന്നു സ്ഥാനാർത്ഥി ചർച്ചകളിലെ സുധീരന്റെ നിലപാട്. സുധീരൻ എതിർത്തവരിൽ തൃപ്പൂണിത്തുറയിൽ K ബാബുവും, കോന്നിയിൽ അടൂർ പ്രകാശ്, ഇരിക്കൂരിൽ KC ജോസഫ്, കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ ഇപ്പോഴും മത്സരരംഗത്തുണ്ട്. ഇവരുടെ പ്രചരണത്തിന് VM സുധീരൻ എത്തുമോ എന്നതാണ് കോൺഗ്രസിൽ സജീവ ചർച്ചയാകുന്നത്. സുധീരൻ 140 മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോകണമെന്ന് നിർബന്ധമില്ലെന്ന് അനുകൂലികൾ നിലപാടെടുക്കുന്നു. ആരോപണ വിധേയരുടെ മണ്ഡലത്തിൽ KPCC അധ്യക്ഷൻ പോകുന്നത് മറ്റു മണ്ഡലങ്ങളിൽ തിരിച്ചടിയാകുമെന്നും സുധീരൻ അനുകൂലികൾ കരുതുന്നു. അതേസമയം സുധീരന്റെ സാന്നിധ്യത്തിൽ തർക്കമണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന A ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾക്കും താൽപര്യമില്ലെന്നാണ് വിവരം. ബെന്നി ബെഹനാനെ വെട്ടിയതിലെ നിരാശയും A ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ പ്രകടമാണ്. ഈ സാഹചര്യത്തിലാണ് തർക്കമണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ ഇല്ലെന്ന സൂചന ഒപ്പമുള്ളവർ പങ്കുവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിന്റെ സീറ്റ് തർക്കത്തിൽ ലീഗ് ഇടപെട്ടിട്ടില്ലെന്ന് ET മുഹമ്മദ് ബഷീർ. ചില പിണക്കങ്ങളിൽ പരിഭവം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ലീഗ് യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഞങ്ങൾ ഒരു ഘട്ടത്തിലും അവരുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അതിന് ആര് നേതൃത്വം കൊടുക്കണം ഇതൊന്നും ഞങ്ങൾ ഇടപെട്ടില്ല. അന്നും ഇടപെട്ടില്ല, എന്നും ഇടപെട്ടില്ല. ഞങ്ങൾ ഇടപെട്ടു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ മാത്രം. എന്താണ് ഈ ടീമിൽ ഞങ്ങൾ വിശദീകരിച്ച പത്രക്കാരോട്, ഈ ടീമിൽ നിന്ന് ഇപ്പോൾ ഒരു പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നു, ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു, ഉമ്മൻചാണ്ടി പണങ്ങി പോകുന്നിരിക്കുന്നു എന്നൊക്കെ വാർത്ത വന്നപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ ടീമിൽ നകന്താൻ പാടില്ല. ആ സ്പിരിറ്റ് അല്ലാതെ
ഉമ്മൻചാണ്ടിയോ എയോ ബി അതിനിപ്പോൾ വി എം സുധീരൻ്റെ കാര്യത്തിലോ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലോ ആരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളത് പറയുന്നു മാത്രമേ. അതല്ലാതെ ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അല്ലെ ഉമ്മൻചാണ്ടി അങ്ങനെയല്ല ഞങ്ങൾ കേട്ടോ. UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ചെറിയ ഒരു പിണക്കമോ അലോഗ്യമോ വരികയാണെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മജീദ് സാഹിബ് പറഞ്ഞതിൻ്റെ പണ്ട് അതാണ് ഞങ്ങൾ ആ സമീപനം എടുത്തിട്ടുള്ളൂ, അല്ലാത്ത വേറൊന്നും അവർ എടുത്തിട്ടില്ല. തിരികെ വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി നിർണയം പ്രതിഷേധങ്ങൾ അടങ്ങുന്നില്ല. ഏറ്റുമാനൂരിൽ വിമതനായി മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ്മോൻ മുണ്ടക്കൽ. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF പ്രതിസന്ധിയിലാണ്. കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറിയായ ജോസ്മോൻ മുണ്ടക്കൻ ഏറ്റുമാനൂർ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ നടത്തിയ വികസന പദ്ധതികൾക്ക് തടയിടാൻ നിലവിലെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയും ശ്രമിച്ചിരുന്നു. ഇവരുടെ ശത്രുതാപരമായ നിലപാട് ഉയർന്നു വന്നപ്പോൾ പാർട്ടി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. വ്യാജരേഖയുണ്ടാക്കി ജോസ്മോനെതിരെ ഇവർ വിജിലൻസ് കേസ് നൽകുകയും ചെയ്തുവെന്നാണ് ജോസ്മോന്റെ ആരോപണം. കേസ് വ്യാജമാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞപ്പോഴും പാർട്ടിയിൽ നിന്ന് യാതൊരു പിന്തുണയും ജോസ്മോന് ലഭിച്ചില്ല. മാത്രമല്ല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് തെറ്റുപറ്റുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജോസ്മോൻ മുണ്ടക്കൽ തന്റെ വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും കേരള കോൺഗ്രസ് പാർട്ടി UDFന് വേണ്ടി അവിടെ അവതരിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിലവിൽ കൊഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജോസ്മോൻ മുണ്ടക്കൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റുമാനൂരിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ബന്ധം പരിഹരിക്കാനാവാത്ത വിധം ഉലഞ്ഞിരിക്കുകയാണ്. അതിനിടയിലുള്ള ജോസ്മോൻ മുണ്ടക്കലിന്റെ വിമത സ്ഥാനാർത്ഥിത്വം UDFന് തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDFനെതിരെ റിബൽ സ്ഥാനാർത്ഥി രംഗത്ത്. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വിമത വിഭാഗം കോൺഗ്രസ് നേതാവുമായ ജെയിംസ് പന്തൻമാക്കലിന്റെ സ്ഥാനാർത്ഥിത്വം ചിറ്റാരിക്കലിൽ നടന്ന കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണനാണ് തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് നഷ്ടമായ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് വിമതനായി ജെയിംസ് വെല്ലുവിളി ഉയർത്തിയത്. ജെയിംസിനൊപ്പം നിന്ന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായത്തോടെ വിമത വിഭാഗം പഞ്ചായത്ത് ഭരണം പിടിച്ചു. മുൻപ് 16-ൽ 14 സീറ്റ് നേടിയിരുന്ന കോൺഗ്രസിന് ഇത്തവണ ലഭിച്ചത് 1 സീറ്റ് മാത്രം. ഒറ്റയ്ക്ക് 10 സീറ്റ് പിടിച്ചെടുത്ത് പഞ്ചായത്ത് ഭരണം വിമത വിഭാഗം സ്വന്തമാക്കി. CPIMന് 4 സീറ്റ് ലഭിച്ചപ്പോൾ 2 സീറ്റിൽ ഒതുങ്ങി UDF. 7000-ഓളം വോട്ടുകൾ നേടിയ വിമത വിഭാഗത്തിന് 2 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും ലഭിച്ചു. ഈ കരുത്തിലാണ് തൃക്കരിപ്പൂരിൽ ജനകീയ വികസന മുന്നണിയുടെ പേരിൽ ജെയിംസിന്റെ മത്സരം. KP കുഞ്ഞിക്കണ്ണന്റെ പരാജയം ഉറപ്പിക്കലാണ് വിമത വിഭാഗ ലക്ഷ്യം. KP കുഞ്ഞിക്കണ്ണൻ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നതാണ്. ഡിസംബർ മുതൽ ഇങ്ങോട്ടുള്ള 4 മാസക്കാലം 4-5 മാസക്കാലമായി ഈ കാലയളവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ഈസ്റ്റ് എളേരിയിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിശോധിക്കുവാനും KPCC തലത്തിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുവാനോ തയ്യാറായിട്ടില്ല. മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലെ അസംതൃപ്തരായ കോൺഗ്രസ് UDF അനുഭാവികളുടെയും പ്രവർത്തകരുടെയും പിന്തുണ വിമത വിഭാഗം ലക്ഷ്യമിടുന്നു. ജെയിംസിനെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ KP കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കാസർഗോഡ് ജില്ലയിലെ വിമത കോൺഗ്രസ് പ്രവർത്തകരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമവും ജെയിംസ് ആരംഭിച്ചു. ഇതുവരെ LDF മാത്രം വിജയിച്ചിട്ടുള്ള തൃക്കരിപ്പൂരിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലനാണ് LDF സ്ഥാനാർത്ഥി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മാറിവരുന്ന പ്രചാരണ രീതികൾ വിസ്മയിപ്പിക്കുന്നതാണ്. നവമാധ്യമങ്ങളിലൂടെയുള്ള ഹൈടെക് പ്രചാരണ തന്ത്രമാണ് മുന്നണികളുടെ പുതിയ ട്രെൻഡ്. ഇതുവഴി ലോകത്തിന്റെ ഏത് കോണിലിരുന്നും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനാകും. ഉദയച്ചെങ്കതിർ ചുവപ്പു പോലെ പാണനും പറയനും കറുത്തവനും വെളുത്തവനും. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചിരുന്ന ഈ അനൗൺസ്മെന്റ് ഇപ്പോൾ കേൾക്കുന്നത് 10 ആൾ കൂടി രാഷ്ട്രീയം പറയുന്ന കവലയിൽ നിന്നല്ല, ഇതാ ഇവിടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ്. ഇത്തരം അനൗൺസ്മെന്റുകളും പ്രസംഗങ്ങളും അടങ്ങുന്ന ഓഡിയോ ക്ലിപ്പുകളും രാഷ്ട്രീയം പറയുന്ന ദൃശ്യങ്ങളും വാർത്താ ക്ലിപ്പുകളും ട്രോളുകളും അഭിപ്രായങ്ങൾ പറയുന്ന ടെക്സ്റ്റുകളും കൊണ്ട് നിറയുകയാണ് നവമാധ്യമങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. വികസനം ഉയർത്തിക്കാട്ടി UDFും മാറ്റം ആവശ്യപ്പെട്ട NDA മുന്നണി നവമാധ്യമങ്ങളിൽ പ്രചരണം കൊഴിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തതയും പുതുമയും കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങളാണ്. ഇടതു സ്ഥാനാർത്ഥികളെ മുഴുവൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം എന്ന പ്രചരണം കാണുക.
ഓരോ സ്ഥാനാർത്ഥിയും ആരാണെന്നും എന്താണെന്നും പറഞ്ഞു തരുന്ന ചിത്രങ്ങളോടുകൂടിയ ചെറിയ വ്യക്തി വിവരണ രേഖ. ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ടുകൾ. അതിലുമുപരി കലാകാരന്മാരുടെ പുതുമയുള്ള സൃഷ്ടികളും ഗ്രൂപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇങ്ങനെ: വയലിൽ വിയർപ്പുറ്റിച്ച വിളയിച്ചതൊക്കെയും അവരായിരുന്നു. സഖാക്കളെ കുറിച്ച് സംസാരിക്കുന്നതിലും ആവേശത്തിൽ അവർ മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. തീർത്തും അപരിചിതമായ നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയിലും വലിയ ആവേശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുന്നതെന്ന കണ്ണൂർകാരൻ ഗ്രാഫിക് ഡിസൈനർ നിപിൻ നാരായണന്റെ സൃഷ്ടി നവമാധ്യമങ്ങളിലെ ഹിറ്റ് ചാർട്ടിലാണ്. കാലം പഴയ കാലമൊന്നുമല്ല. തിരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവൻ വിരൽത്തുമ്പിലൂടെ നാം അറിയുന്നുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നാം അതിൽ ഭാഗമാകുന്നുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. തെക്കൻ കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ ലഭിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഴ പെയ്തു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് അറിയിപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തി. അതേസമയം കടുത്ത ചൂടിൽ വലയുന്ന പാലക്കാട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല. ആസ്വാദക ഹൃദയങ്ങളിൽ സംഗീതമഴ പെയ്യിക്കുവാൻ കൈരളി TV മെഗാ ഷോ ഒരുക്കുന്നു. ഇശൽ നിലാവ് എന്ന പേരിൽ നടത്തുന്ന സംഗീത വിരുന്നിൽ പിന്നണി ഗായകരായ ഫ്രാങ്കോ, ജോത്സ്ന തുടങ്ങിയവർ അണിനിരക്കും. നാളെ വൈകിട്ട് 6 മണിക്ക് തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മെഗാ ഷോ. ഇശൽ തെൻകണം ചുരിയും രാവിനെ വരവേൽക്കാൻ തൃപ്രയാർ ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരങ്ങളെ സംഗീതലഹരിയിൽ ആറാടിക്കാൻ പിന്നണി ഗായകരുടെ വലിയ നിര തന്നെയാണ് അണിനിരക്കുന്നത്. ആസ്വാദക ഹൃദയങ്ങളിൽ സംഗീതമഴ പൊഴിയിക്കാൻ ഫ്രാങ്കോ, ജോത്സ്ന എന്നിവർക്കൊപ്പം സീന രമേശ്, ആദിൽ അക്തു, ഷമീർ ചാവക്കാട്, ബെൻസീറ, സുറുമി, യുംന, ശ്രീലക്ഷ്മി, അസർ തുടങ്ങിയവരും എത്തും. താളമേള വിസ്മയങ്ങൾക്കൊപ്പം പ്രമുഖർ അണിനിരക്കുന്ന ഹാസ്യവിരുന്നും പരിപാടിക്ക് മാറ്റുകൂട്ടും. വിനോദ് കോവൂരും സംഘവുമാണ് സദസ്സിൽ പൊട്ടിച്ചിരി പടർത്താൻ സ്കിറ്റുകളുമായി എത്തുന്നത്. ടെലിവിഷൻ താരം സജിത ബേട്ടിയുടെ നേതൃത്വത്തിൽ നൃത്തവിസ്മയം തീർക്കാൻ കലാകാരന്മാർ തയ്യാറെടുത്തു കഴിഞ്ഞു. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മണിക്കാണ് മെഗാ ഷോ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അങ്കമാലിയിൽ ഭാര്യയെയും മകനെയും വൃദ്ധൻ വെട്ടിക്കൊലപ്പെടുത്തി. AC ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചത്. അങ്കമാലി കറുകുറ്റി നടുവീട്ടിൽ മേരി, മകൻ തോമസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. AC ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് 81-കാരനായ പോൾ ഭാര്യയെയും മകനെയും ഇന്ന് പുലർച്ചയോടെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വൈദ്യുതി നിരക്ക് അധികമായിരുന്നതിനാൽ AC ഉപയോഗിക്കരുത് എന്ന് പോൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് അനുസരിക്കാത്തതിനാൽ പ്രകോപിതനായ പോൾ ഇരുവരെയും വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല നടത്തിയ ശേഷം പോൾ ബന്ധുക്കളെയും സമീപത്തുള്ളവരെയും ഫോണിൽ വിളിച്ചറിയിച്ചു. തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെങ്കിലും നാട്ടുകാരെത്തി പോളിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു. വെട്ടുകത്തി വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. റെയിൽവേ മുൻ ജീവനക്കാരനായ പോളിനെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മേരിയുടെയും തോമസിന്റെയും മൃതദേഹങ്ങൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാക്കനാട്ടെ കെമിക്കൽ ലബോറട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് DGP സെൻകുമാർ. കലാഭവൻ മണിയുടെ രാസപരിശോധനാ ഫലം ലാബിലുള്ളവരാണ് മാധ്യമങ്ങൾക്ക് നൽകിയതെന്നും അന്വേഷണത്തെ ഇത് ബാധിച്ചുവെന്നും DGP പറഞ്ഞു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ ചെരുപ്പേറ്. ദില്ലിയിൽ വാർത്താസമ്മേളനത്തിനിടെയായിരുന്നു കെജ്രിവാളിന് നേരെ ഷൂ എറിഞ്ഞത്. വാർത്താ ലേഖകർക്കിടയിൽ നുഴഞ്ഞു കയറിയ ആം ആദ്മി സേനയുടെ പ്രവർത്തകനാണ് ഷൂ എറിഞ്ഞത്. ഡൽഹിയിൽ ഏപ്രിൽ 15 മുതൽ പുനരാരംഭിക്കുന്ന ഒറ്റയിരട്ട വാഹന നിയന്ത്രണത്തെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു സംഭവം. കെജ്രിവാൾ സംസാരിച്ചു തുടങ്ങിയതിനു പിന്നാലെ വാർത്താലേഖകർക്കിടയിൽ ഇരിക്കുകയായിരുന്ന വേദ് ശർമ്മ എന്നയാൾ മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ ഊരി എറിഞ്ഞു. കെജ്രിവാളിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്നും അനധികൃതമായി CNG സ്റ്റിക്കർ ഒട്ടിച്ച് വാഹനങ്ങൾ നിരത്തിലുണ്ടെന്നും ആരോപിച്ചായിരുന്നു വേദ് ശർമ്മയുടെ ഷൂവേർ. ആം ആദ്മിയിൽ നിന്ന് പുറത്തുപോയി BJP അനുകൂല നിലപാട് പിന്തുടരുന്ന ആം ആദ്മി സേന പ്രവർത്തകനാണ് ഇയാൾ. ആ പ്രവർത്തകർ തന്നെ ഇയാളെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിച്ചു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ കെജ്രിവാളിന് നേരെ യുവതി മഷിയേറ് നടത്തിയിരുന്നു. 2014-ൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കെജ്രിവാളിന്റെ മുഖത്തടിക്കുകയും
വാരാണസിയിൽ BJP പ്രവർത്തകർ മഷിയേറും കെജ്രിവാളിന്റെ വാഹനത്തിന് നേരെ മുട്ടയേറും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 45 കിലോ കഞ്ചാവ് പിടികൂടി. സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് തിരുവനന്തപുരത്ത് നടന്നത്. തമ്പാനൂരിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വിൽക്കാനായി കൊണ്ടുവച്ച തുണിത്തരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമിനുള്ളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാർഡ്ബോർഡ് പെട്ടി തുറന്നു പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് പിടികൂടിയത്. റെയിൽവേ പോലീസും RPFും സംയുക്തമായിട്ടാണ് റെയ്ഡ് നടത്തിയത്. അതായത് ആളില്ലാത്ത സ്ഥിതിയിൽ കുറേ സാരീസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് കുറേ നേരം ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോയെന്ന് നോക്കി ആരും കണ്ടില്ല. അതിനനുസരിച്ച് നമ്മൾ ഒരെണ്ണം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് കഞ്ചാവായിരുന്നു. പരിശോധിച്ചപ്പം കൂടുതൽ സാരികളിലെല്ലാം, സാരി എന്ന് പറഞ്ഞാൽ പീസ് കട്ട് ചെയ്ത സാരികളാണ്. അതിനകത്ത് കഞ്ചാവ് പാക്ക് ചെയ്ത് നിലയിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവഴി പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. റെയ്ഡിന് RPF CI പ്രിൻസ്, റെയിൽവേ SI റോജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ വിജയ് മല്യ ഇന്നും ഹാജരായില്ല. ഇന്ന് ഹാജരാകാനാകില്ലെന്നും മെയ് അവസാനം ഹാജരാകാമെന്നും അറിയിച്ച് മല്യ എൻഫോഴ്സ്മെന്റിന് കത്ത് നൽകി. ഇത് 3ാം തവണയാണ് മല്യ എൻഫോഴ്സ്മെന്റ് മുമ്പാകെ ഹാജരാകാതിരിക്കുന്നത്. 17 ബാങ്കുകളിൽ നിന്നും 9,000 കോടി രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത കേസിൽ ബാങ്ക് അധികൃതരുമായി ചർച്ച പുരോഗമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മല്യ ഇത്തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരാകാതിരുന്നത്. വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യയിലെത്തുന്നത് ഒത്തുതീർപ്പ് ചർച്ചകളെ ബാധിക്കുമെന്ന് മല്യ വിശദീകരിച്ചു. അതിനാൽ മെയ് മാസം അവസാനം ഹാജരാകാമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ കത്തിലൂടെ വ്യക്തമാക്കി. ഇത് 3ാം തവണയാണ് എൻഫോഴ്സ്മെന്റ് മുമ്പാകെ ഹാജരാകാതെ മല്യ ഒഴിഞ്ഞുമാറുന്നത്. കിങ്ഫിഷർ എയർലൈൻസിനായി എടുത്ത വായ്പകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മല്യ മാറ്റിയെന്നാണ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ച വിവരം. 4,000 കോടി രൂപ തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്ന മല്യയുടെ വാഗ്ദാനം ബാങ്കുകളുടെ കൺസോർഷ്യം നേരത്തെ തള്ളിയിരുന്നു. 21-നകം സ്വത്തുവിവരം വ്യക്തമാക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.